നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്പാർക്ക് ഹെൽപ്പ് ഡെസ്കിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കുന്ന വിഷയം ഗസറ്റഡ് ഓഫീസർമാരുടെ ടൈം ബോണ്ട് ഹയർ ഗ്രേഡ് എങ്ങനെ സ്പാർക്കിൽ രേഖപ്പെടുത്താം എന്നതിനെക്കുറിച്ചാണ്. ഗസറ്റഡ് ജീവനക്കാരുടെ പ്രൊമോഷൻ, ട്രാൻസ്ഫർ എന്നിവയെക്കുറിച്ച് നമ്മളൊരു വിശദമായ ക്ലാസ് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ കാണുക. അതിൽ നിന്നെല്ലാം വളരെയധികം വിഭിന്നമാണ് ഗസറ്റഡ് ജീവനക്കാരുടെ ടൈം ബോണ്ട് ഹയർ ഗ്രേഡ് മാർക്കിൽ എൻ്റർ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഇതിനായിട്ട് നമ്മളിപ്പോൾ ഏത് ഓഫീസർക്കാണോ ഗ്രേഡ് ലഭിച്ചത്, ടൈം ബോണ്ട് ഹയർ ഗ്രേഡ് ലഭിച്ചത്, ആ ജീവനക്കാരൻ നിലവിൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ DDOയുടെ ലോഗിനിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ സ്ഥാപനത്തിലെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ലോഗിൻ യൂസർ മുഖേനയും നമുക്ക് ഈ ഒരു ടൈം ബോണ്ട് ഹയർ ഗ്രേഡ് കിട്ടിയ പ്രൊമോഷൻ നമുക്ക് സ്പാർക്കിൽ രേഖപ്പെടുത്തുവാൻ കഴിയുന്നതാണ്. അതിൻ്റെ അപ്രൂവലൊക്കെ നമുക്ക് DDO ലോഗിനിൽ നിന്ന് മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു DDO ലോഗിനിലാണ് നിൽക്കുന്നത്. അതിനുശേഷം നമ്മൾ സർവീസ് മാറ്റേഴ്സ് എന്ന ആ ഒരു ഓപ്ഷനിൽ പ്രൊമോഷൻ ഗ്രേഡ് റിവേർഷൻ എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതിനകത്ത് പ്രൊമോഷൻ ഓർഡർ ഗസറ്റഡ് ആ ഒരു ഓപ്ഷനിൽ രണ്ടാമത്തെ ഓപ്ഷൻ എൻ്റർ പ്രൊമോഷൻ ഓർഡർ ഡീറ്റെയിൽസ് ഫോർ TBHG റേഷ്യോ ബേസ്ഡ് എന്ന ആ ഒരു ഓപ്ഷനിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഈ ഒരു ഓപ്ഷൻ മുഖേന തന്നെയാണ് കരിയർ അഡ്വാൻസ്മെൻറ്റ് സ്കീം വിവരങ്ങളും നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. ടൈം ബോണ്ട് ഹയർ ഗ്രേഡും CASും ഈ ഒരു ഓപ്ഷൻ മുഖേന തന്നെയാണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടതെന്ന വിവരം കൂടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം പുതിയൊരു വിൻഡോ ഓപ്പണായിട്ട് വരുന്നതാണ്. ആ ഒരു വിൻഡോയിൽ നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റും ഓഫീസ് നെയിമും നമ്മൾ സെലക്ട് ചെയ്യുക. തൊട്ട് താഴെ മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള ടൈം ബോണ്ട് ഹയർ ഗ്രേഡിൻ്റെ CASൻ്റെയൊക്കെ ചെയ്ത അപ്രൂവ്ഡ് ഓർഡേഴ്സ്, ഡ്രാഫ്റ്റ് ഓർഡേഴ്സും അപ്രൂവ്ഡ് ഓർഡേഴ്സും അവിടെ കാണാൻ പറ്റുന്നതാണ്. അത് ജസ്റ്റ് നമ്മൾ നോട്ട് ചെയ്ത് വലതുവശത്തോട്ട് നമ്മൾ വരിക. വലതുവശത്തോട്ട് വരുമ്പോഴത്തേക്കും അതിനകത്ത് പ്രൊമോഷൻ ഓർഡർ ടൈപ്പ് അവിടെ പ്രൊസീഡിങ്സ് എന്ന് വരുന്ന കാണാം. ആക്ഷൻ ഡിഫോൾട്ടായിട്ട് പ്രൊമോഷനാണ് കിടക്കുന്നത്, നമ്മൾ അതുകൊണ്ട് മാറ്റേണ്ടതില്ല. അതിനുശേഷം തൊട്ട് താഴെ പ്രൊമോഷൻ ഓർഡർ നമ്പർ എന്ന ഭാഗത്ത് നമുക്ക് നമ്മുടെ വകുപ്പ് മേധാവിയുടെ കാര്യാലയത്തിൽ നിന്നോ അതല്ലെങ്കിൽ ചില കേസുകളിൽ സർക്കാരിൽ നിന്നായിരിക്കും നമുക്ക് ഓർഡർ വരുന്നത്, ടൈം ബോണ്ട് ഹയർ ഗ്രേഡിൻ്റെ അവിടെ നിന്നോ ലഭിച്ച ആ ഒരു ഉത്തരവിൻ്റെ നമ്പർ ഏതാണോ നമ്മളവിടെ രേഖപ്പെടുത്തുക. അതിനുശേഷം ആ പ്രൊമോഷൻ ഓർഡർ ഡേറ്റ് എന്ന ഭാഗത്ത് ആ ഒരു ഉത്തരവിൻ്റെ തീയതിയും നമ്മൾ രേഖപ്പെടുത്തുക. അതിനുശേഷം തൊട്ട് താഴോട്ട് വന്ന് ഫസ്റ്റ് സീരിയൽ നമ്പറുണ്ട്, 1 എന്ന് അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ അതിന് വലതുവശത്തായിട്ട് സബ് സീരിയൽ നമ്പറുണ്ട്. സബ് സീരിയൽ നമ്പർ എന്ന ഭാഗത്ത് നമ്മൾ രേഖപ്പെടുത്തേണ്ടത് ഇപ്പം നമുക്ക് ടൈം ബോണ്ട് ഹയർ ഗ്രേഡ് അനുവദിച്ച് നമ്മുടെ വകുപ്പ് മേധാവിയുടെ അതല്ല എങ്കിൽ സർക്കാരിൽ നിന്നോ ലഭിച്ച ഉത്തരവിൽ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അതിൽ നമ്മളുടെ സീരിയൽ നമ്പർ കാണും. അതായത് ഒരു ടേബിളായിട്ടായിരിക്കുമല്ലോ ഇവർ ഓരോ ജീവനക്കാരൻ്റെ പേര് രേഖപ്പെടുത്തുന്നത്. അതിലുള്ള നമ്മളുടെ സീരിയൽ നമ്പറാണ് ആ ഒരു സബ് സീരിയൽ നമ്പർ എന്ന ഭാഗത്ത് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. അതിനുശേഷം ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ ഡിഫോൾട്ടായിട്ട് വരുന്നതാണ്. പിന്നീട് ഓഫീസ് നമ്മളുടെ നിലവിലെ ഓഫീസ് അവിടെ വരും. അത് നമ്മൾ സെലക്ട് ചെയ്താൽ മതിയാകും. ഇൻ കേസ് ചില കേസുകളിലൊക്കെ ഇത് ഗവൺമെൻറ്റിൽ പോയി അനുവദിച്ച് അല്ലെങ്കിൽ നമ്മളുടെ ഹെഡ് ഓഫീസിൽ പോയി അനുവദിച്ച് വരുമ്പോൾ നമ്മൾ ഇരുന്ന ഓഫീസിൽ നിന്നും മാറി പുതിയ ഓഫീസിലായിരിക്കുമല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ ഒരു ഓഫീസിൽ നിന്ന് തന്നെ ചെയ്താൽ മതി. അത് പിന്നീട് വേറൊന്നും അതിനകത്ത് മാറ്റം വരുത്തുകയൊന്നും ചെയ്യേണ്ടതില്ല. നമ്മൾ ഏത് ഓഫീസിലാണോ നമുക്ക് ഓർഡർ ലഭിച്ചപ്പം നമ്മളുള്ളത് ആ ഓഫീസിൽ നിന്ന് തന്നെ നമ്മളുടെ ഒരു ഗ്രേഡിൻ്റെ പ്രപ്പോസൽ ഏജിലോട്ട് അയച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇപ്പം നിലവിൽ ഈ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്, ആ ഓഫീസിൻ്റെ പേര് അവിടെ ലിസ്റ്റ് ചെയ്യത്തുള്ളൂ. അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഡെസിഗ്നേഷൻ എന്ന ഭാഗത്ത് നിലവിൽ നമ്മളുടെ ഡെസിഗ്നേഷൻ എന്താണ്, അതായത് ഗ്രേഡ് ലഭിക്കുന്നത് പിന്നീട്, അതിന് മുമ്പ് നമ്മളിപ്പോൾ ഏത് ഡെസിഗ്നേഷനിലാണോ ഇരിക്കുന്നത് ആ ഒരു ഡെസിഗ്നേഷൻ്റെ ഇതാണ് നമ്മൾ അവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ ഞാൻ ആ ഒരു ഡെസിഗ്നേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും വലതുവശത്ത് പെൻ എന്ന ഒരു ഭാഗത്ത് ആ ഒരു ഡെസിഗ്നേഷനിലുള്ള ജീവനക്കാരുടെ പേരും പെന്നും അവിടുന്ന് വരുന്നതാണ്. അതിൽ നിന്നും ഏത് ജീവനക്കാരനാണോ നമുക്ക് ഗ്രേഡ് ലഭിച്ചത് ആ ജീവനക്കാരൻ്റെ പേര് സെലക്ട് ചെയ്യുക. സർവീസ് കാറ്റഗറി സ്റ്റേറ്റ് ഗസറ്റഡ് എന്നുള്ളത് അവിടെ ഡിഫോൾട്ടായിട്ട് വരുന്നതാണ്. അതിനുശേഷം ടൈപ്പ് ഓഫ് പ്രൊമോഷൻ എന്ന ഭാഗത്ത് 3 ഉണ്ട്. റേഷ്യോ ബേസ്ഡ് ഉണ്ട്, ടൈം ബോണ്ട് ഹയർ ഗ്രേഡ് ഉണ്ട്, CAP ഉണ്ട്. അപ്പോൾ ഇതിൽ ഈ വ്യക്തിക്ക് ടൈം ബോണ്ട് ഹയർ ഗ്രേഡാണ്, അതുകൊണ്ട് നമ്മൾ അത് ടൈം ബോണ്ട് ഹയർ ഗ്രേഡാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനിയിപ്പം കരിയർ അഡ്വാൻസ്മെൻറ്റ് സ്കീമാണെങ്കിൽ നമ്മൾ ഏറ്റവും അവസാനത്തുള്ള CAP ആണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം ടു ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്, ഓഫീസിലും മാറ്റങ്ങളൊന്നുമില്ല. കാര്യം നമുക്ക് ഗ്രേഡ് ലഭിച്ച അതേ ഓഫീസിൽ തന്നെയാണ് നമ്മൾ നിയമിതരാകുന്നത്, അല്ലാതെ ട്രാൻസ്ഫറിനൊക്കെ മാറ്റങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് അതെല്ലാം അവിടെ ഡിഫോൾട്ടായിട്ട് വരുന്നതാണ്. അതിനുശേഷം ന്യൂ സർവീസ് കാറ്റഗറി എന്ന ഭാഗത്ത് നമ്മുടെ സർവീസ് കാറ്റഗറി ഒന്നും മാറുന്നില്ല, സ്റ്റേറ്റ് ഗസറ്റഡ് തന്നെയാണ്. ഇവിടെയും സ്റ്റേറ്റ് ഗസറ്റഡ് തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ന്യൂ ഡെസിഗ്നേഷൻ ഇത് വളരെയധികം ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു കേസാണ്.
നമ്മുടെ ന്യൂ ഡെസിഗ്നേഷൻ നമുക്ക് ലഭിച്ച ആ ഒരു സർക്കാർ ഉത്തരവിലോ അല്ലെങ്കിൽ നമ്മുടെ വകുപ്പ് മേധാവിയുടെ ഒരു പ്രൊസീഡിങ്സിലോ നമുക്ക് ആ ഒരു ഇത് കാണാം 15 വർഷത്തെ ടൈം ബോണ്ട് ഹയർ ഗ്രേഡ് അല്ലെങ്കിൽ 8 വർഷത്തെ ടൈം ബോണ്ട് ഹയർ ഗ്രേഡ് ഇന്ന സ്കെയിൽ ഓഫ് പേയിൽ അനുവദിച്ച് ഉത്തരവാകുന്നു. അപ്പം നമ്മളിവിടെ ആ ഒരു ഡെസിഗ്നേഷനും ആ ഒരു സ്കെയിൽ ഓഫ് പേയും കൃത്യമാണോ എന്ന് നമ്മൾ ഉറപ്പിക്കുക. തെറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ മാറ്റുന്നതൊക്കെ പിന്നെ ക്യാൻസൽ ചെയ്യാനൊക്കെ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ആ ഒരു ഭാഗം നമ്മളുടെ ആ ഒരു ഇത് ഇപ്പോൾ ഈ ഒരു വ്യക്തി ഒരു സീനിയർ മെഡിക്കൽ ഓഫീസർ ആയിരുന്നു. ആ വ്യക്തിക്ക് 15 വർഷത്തെ ടൈം ബോണ്ട് ഹയർ ഗ്രേഡാണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ആ ഒരു ഡെസിഗ്നേഷനും അതിന് വലതുവശത്ത് തന്നെയുള്ള സ്കെയിൽ ഓഫ് പേയും കൃത്യമാണോ എന്ന് നമ്മൾ പരിശോധിച്ച് ഉറപ്പ് വരുത്തിയാണ് നമ്മളിവിടെ സെലക്ട് ചെയ്തേക്കുന്നത്. അതിനുശേഷം പ്രൊമോഷൻ വിത്ത് എഫക്റ്റ് ഡേറ്റ്, അതായത് നമുക്ക് ആ ഗ്രേഡ് ലഭിക്കുന്നതിന് വിത്ത് എഫക്റ്റ് ഡേറ്റ് ഉണ്ടാവും. ഇപ്പോൾ 8 വർഷമാണെങ്കിൽ നമ്മൾ 8 വർഷം എന്ന് ക്വാളിഫൈ ആയോ, അല്ലെങ്കിൽ 15 വർഷമാണെങ്കിൽ അതെന്ന് ക്വാളിഫൈ ആയി, അതിനൊരു വിത്ത് എഫക്റ്റ് ഡേറ്റ് നമുക്ക് ലഭിക്കുന്ന ആ ഒരു സർക്കാർ ഉത്തരവിലോ അല്ലെങ്കിൽ ആ ഒരു പ്രൊസീഡിങ്സിലോ കാണും. അത് നമ്മൾ കൃത്യമായിട്ട് തന്നെ ഇവിടെ രേഖപ്പെടുത്തുക. തെറ്റുകളൊന്നും നമ്മൾ വരുത്താതിരിക്കുക. ഉത്തരവെടുത്ത കയ്യിൽ വെച്ച് പരിശോധിച്ച് തന്നെ നമ്മൾ രേഖപ്പെടുത്തുക. അതിനുശേഷം മോണിറ്ററി ബെനിഫിറ്റ് വിത്ത് എഫക്റ്റ് ഡേറ്റ്, നമുക്ക് എന്നാണോ ഗ്രേഡ് ലഭിച്ചത് ആ ദിവസം വിത്ത് എഫക്റ്റ് ഡേറ്റ് വെച്ച് നമുക്ക് മോണിറ്ററി ബെനിഫിറ്റിന് അർഹതയുണ്ട്. അപ്പം നമ്മൾ ആ ഒരു തീയതി നമ്മളുടെ പ്രൊമോഷൻ വിത്ത് എഫക്റ്റ് ഡേറ്റ്, ഗ്രേഡ് ലഭിക്കേണ്ട വിത്ത് എഫക്റ്റ് ഡേറ്റ് തന്നെയാണ് ആ ഒരു മോണിറ്ററി ബെനിഫിറ്റ് വിത്ത് എഫക്റ്റ് ഡേറ്റ് എന്ന ഭാഗത്ത് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. അതിനുശേഷം പ്രൊബേഷൻ പീരീഡ് ഉണ്ട്. പ്രൊബേഷൻ പീരീഡ് ഗ്രേഡിന് പ്രൊബേഷൻ ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ 0 എൻ്റർ ചെയ്ത് വലതുവശത്തുള്ള ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ആ ഒരു വിവരം അവിടെ എൻ്റർ ആയിട്ടുണ്ട്. ഇനി തൊട്ട് താഴത്തെ വന്നിട്ട് ചൂസ് ഫയൽ എന്നുണ്ടോ, ആ ഒരു ചൂസ് ഫയലിൽ ക്ലിക്ക് ചെയ്ത് നമ്മളുടെ ആ ഒരു ടൈം ബോണ്ട് ഹയർ ഗ്രേഡിൻ്റെയോ അല്ലെങ്കിൽ CASൻ്റെ ഓർഡർ നമ്മൾ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ആ സേവ് ചെയ്തത് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ ആ ഒരു ചൂസ് ഫയലിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത ആ ഒരു വിവരങ്ങളൊക്കെ ആ ഒരു ഓർഡർ ഞാനിവിടെ അപ്ലോഡ് ചെയ്യുകയാണ്. അതിനു മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് പരിശോധിച്ചു എൻ്റർ ചെയ്ത വിവരങ്ങളെല്ലാം കൃത്യമാണോ എന്ന്. അതിനുശേഷം ആ ഒരു ഇത് ടൈം ബോണ്ട് ഹയർ ഗ്രേഡ് സേവ് ചെയ്തത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി തൊട്ട് താഴോട്ട് വന്ന് ആ ഒരു ഫോർവേഡ് ടു DDO ഫോർ അപ്രൂവൽ എന്നതിൽ ക്ലിക്ക് ചെയ്തതോടുകൂടി ഇത് DDOയ്ക്ക് അപ്രൂവലിന് പോകുന്നതാണ്. നമ്മളിപ്പം DDO ലോഗിനിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ലോഗിനിൽ തന്നെയാണ് ഇത് വരുന്നത്. ഇനി നമ്മളിത് അപ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്രൂവ് ചെയ്യുന്നതിനും നമ്മൾ നേരെ ആ ഒരു സർവീസ് മാറ്റേഴ്സിൽ നിന്ന് തന്നെയാണ് ഇത് അപ്രൂവ് ചെയ്യുന്നത്. സർവീസ് മാറ്റേഴ്സിൽ പ്രൊമോഷൻ ഗ്രേഡ് റിവേഴ്സലിൽ പ്രൊമോഷൻ ഓർഡർ ഗസറ്റഡ് എന്നതിൽ അപ്രൂവ് പ്രൊമോഷൻ ഓർഡർ ഫോർ TBHG ഓർ റേഷ്യോ ബേസ്ഡ് എന്ന് കിടക്കുന്നുണ്ടോ, അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റും ഓഫീസ് നെയിമും നമ്മൾ സെലക്ട് ചെയ്യുക. തൊട്ട് താഴെ നമ്മളിപ്പോൾ എൻ്റർ ചെയ്ത ആ ഒരു ഓർഡർ നമുക്ക് അവിടുന്ന് കാണാൻ കഴിയുന്നതാണ്. അതിൻ്റെ വലതുവശത്തുള്ള ആ ഒരു സെലക്റ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. സെലക്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മൾ എൻ്റർ ചെയ്ത് വെച്ച ഓർഡർ നമുക്ക് അവിടുന്ന് കാണാൻ കഴിയുന്നതാണ്. അതിൻ്റെ നമ്മൾ വലതുവശത്ത് നോക്കുമ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത പ്രൊമോഷൻ ഓർഡർ നമ്പർ, ഡേറ്റ് ഇതെല്ലാം കൃത്യമാണോ എന്ന് ഉറപ്പിക്കുക. അതിനുശേഷം തൊട്ട് താഴെ വെരിഫൈ പ്രൊമോഷൻ ഓർഡർ എന്നുണ്ടോ, അതിനകത്തുള്ള ആ ഒരു വെരിഫൈയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മൾ അപ്ലോഡ് ചെയ്ത ആ ഒരു ഗ്രേഡിൻ്റെ ഓർഡർ നമുക്ക് അവിടുന്ന് ഓപ്പണായി വരുന്നതാണ്. നമ്മൾ ഓർഡർ ചെയ്ത് തന്നെയാണോ എന്ന് ഒന്നും കൂടെ നമ്മൾ പരിശോധിച്ച് ഉറപ്പ് വരുത്തുക. അതിനുശേഷം ഈ ഒരു ഏറ്റവും താഴ്ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്കും നമുക്കവിടെ കൺഫേം കാണാൻ പറ്റും. ആ ഒരു കൺഫേമിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഈ ഒരു ഓർഡർ കൺഫേം ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് കൺഫേം ചെയ്തു. അതിനുശേഷം തൊട്ട് താഴത്തുള്ള വിവരങ്ങൾ ആ ഒരു ഫ്രം ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മുടെ ഡെസിഗ്നേഷൻ, വിത്ത് എഫക്റ്റ് ഡേറ്റ്, ഗ്രേഡിൻ്റെ വിത്ത് എഫക്റ്റ് ഡേറ്റും മോണിറ്ററി വിത്ത് എഫക്റ്റ് ഡേറ്റും ഒക്കെ നമ്മൾ ഒന്നുകൂടി പരിശോധിച്ച് ഉറപ്പ് വരുത്തുക. ഇതെല്ലാം കൃത്യമാണോ എന്ന് പരിശോധിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം തൊട്ട് താഴെ ഒരു അപ്രൂവ് ബട്ടണുണ്ട്. അപ്രൂവിൽ ക്ലിക്ക് ചെയ്തതോടുകൂടി ഈ ഒരു ഓർഡർ, നമ്മൾ എൻ്റർ ചെയ്ത ഓർഡർ അപ്രൂവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഓർഡർ AGയിലോട്ട് ഫോർവേഡ് ചെയ്യണം. അതും ഈ ഒരു സർവീസ് മാറ്റേഴ്സിൽ തന്നെ, സർവീസ് മാറ്റേഴ്സിൽ പ്രൊമോഷൻ ഗ്രേഡ് റിവേർഷൻ എന്നതിൽ പ്രൊമോഷൻ ഓർഡർ ഗസറ്റഡിൽ നമ്മളിങ്ങോട്ട് വന്ന് ഫോർവേഡ് പ്രൊമോഷൻ ഡീറ്റെയിൽസ് ടു AG ഫോർ TBHG റേഷ്യോ ബേസ്ഡ് CAP എന്നുണ്ടോ, ആ ഒരു ഓപ്ഷനിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്ത് പുതിയൊരു വിൻഡോയിൽ നമ്മൾ ഈ ഒരു ഓർഡർ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ആ എംപ്ലോയിയുടെ പേരും പ്രൊമോഷൻ ഓർഡർ നമ്പർ, ഡേറ്റ് ഒക്കെ കാണാം. നമ്മളിനി ആ വലതുവശത്തുള്ള സെലക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. സെലക്റ്റിൽ ക്ലിക്ക് ചെയ്ത് പുതിയ വിൻഡോയിൽ നമ്മളുടെ എൻ്റർ ചെയ്ത വിവരങ്ങളെല്ലാം നമുക്ക് അവിടുന്ന് കാണാൻ പറ്റും. ഒന്നുകൂടി നമ്മളിതൊക്കെ ഒന്ന് പരിശോധിക്കുക. എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ നമ്മളിത് റിജക്റ്റ് ചെയ്ത് തിരുത്തേണ്ടി വരും. ഇവിടെ നമ്മളിതൊക്കെ ഒന്നും കൂടെ കൃത്യമായിട്ട് പരിശോധിച്ച് സ്കെയിൽ ഓഫ് പേ ഒക്കെ കൃത്യമാണോ എന്ന് നമ്മൾ പരിശോധിച്ച് ഉറപ്പ് വരുത്തുക. ഇത് നമ്മൾ DSC വെച്ചാണ് AGയിലോട്ട് ഫോർവേഡ് ചെയ്യേണ്ടത്. DSC സൈൻ നിർബന്ധമാണ്. നമ്മളിനി തൊട്ട് താഴെ വന്നിട്ട് ഡിജിറ്റലി സൈൻ പ്രൊമോഷൻ ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമ്മളത്
ഡിജിറ്റലി നമ്മളുടെ ആ ഒരു ടോക്കൺ പാസ്വേഡ് എൻ്റർ ചെയ്ത് സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ആ ഒരു ടോക്കൺ പാസ്വേഡ് അവിടെ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് അതിനുശേഷം നമ്മൾ വീണ്ടും ഏറ്റവും താഴോട്ട് വരിക. അതിപ്പോൾ സൈൻ ആയിട്ടുണ്ട്. അതിനുശേഷം താഴോട്ട് വരുമ്പോഴേക്കും നമുക്ക് ഫോർവേഡ് ടു AG എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പം അതിൽ ഫോർവേഡ് ടു AG എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മളുടെ ഒരു മെസ്സേജ് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. റിലീവിംഗ് റിക്വസ്റ്റ് ഹാസ് ബീൻ സെൻഡ് ടു AG. ഇത്രയും നടപടികളേ ഉള്ളൂ ഒരു ഗസറ്റഡ് ഓഫീസറിൻ്റെ ടൈം ബോണ്ട് ഹയർ ഗ്രേഡ് അല്ലെങ്കിൽ CAP വിവരങ്ങൾ നമ്മൾ സ്പാർക്കിൽ എൻ്റർ ചെയ്ത് ആ ഒരു ഓർഡർ AGയിലോട്ട് അയക്കുന്നത് സംബന്ധിച്ച്. ഇനി നമുക്ക് AGയിൽ നിന്നും ആ ഒരു നമ്മളുടെ ഒരു ഗ്രേഡിൻ്റെ അല്ലെങ്കിൽ CASൻ്റെ സ്ലിപ്പ് നമുക്ക് ലഭിക്കുന്നതാണ്. അത് വാലിഡേറ്റ് ചെയ്ത് അതിനുശേഷം നമുക്ക് സാലറി അരിയർ മുഖേന നമുക്ക് ആ പീരീഡിലുള്ള നമുക്ക് എത്ര മാസത്തെയാണോ അരിയർ ലഭിക്കാനുള്ളത് ആ ഒരു അരിയർ നമുക്ക് പ്രോസസ്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഈ ഒരു ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് പുതിയൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. നന്ദി.